അപ്പൊ ഇന്ന് നമ്മള് 7ാം ക്ലാസ് സാമൂഹ്യ ശാസ്ത്ര പുസ്തകത്തിലെ 2ാമത്തെ ചാപ്റ്ററായ മധ്യകാല ഇന്ത്യ സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ എന്ന പാഠഭാഗമാണ് നോക്കുന്നത്. അപ്പോ ആദ്യമേ തന്നെ ഇവിടെ ഒരു വരികൾ തന്നിരിക്കുകയാണ്, തമിഴ് വരികൾ. കോനേറി വാഴും കുറുകായി പിറപ്പേനെ, തിരുവേങ്കട ചുനയിൽ മീനായി പിറക്കും, വേങ്കടത്ത് ചെമ്പകമായി നിൽക്കും, വേങ്കട മലയുമയിൽ തമ്പഹമായി കോയിലിൻ വാസലിൽ പടിയായി കിടന്നു. അപ്പോ കുലശേഖര ആഴ്വാർ പെരുമാൾ തിരുമൊഴിയിൽ നിന്ന് എടുത്തിരിക്കുന്നതാണിത് കേട്ടോ. അതായത് കുലശേഖര ആഴ്വാർ എന്ന ഭക്തകവി രചിച്ച പെരുമാൾ തിരുമൊഴി എന്ന കൃതിയിലെ ഒരു ഭാഗമാണ് ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ടത്. അപ്പോ എന്താണ് ഇതിന്റെ അർത്ഥം? എന്താണ്? തിരുവേങ്കട മലയിൽ ഒരു പ്രാവായി, അവിടുത്തെ കുളത്തിൽ ഒരു മീനായി, ഒരു ചെമ്പകമായി മലയിലെ തൂണായി, ക്ഷേത്രത്തിലെ ഒരു പടിയായി എങ്കിലും ജനിച്ചാൽ മതി എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ 9ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ ജീവിച്ചിരുന്ന കുലശേഖര ആഴ്വാർ എന്ന ഭക്തകവി രചിച്ച പെരുമാൾ തിരുമൊഴി എന്ന കൃതിയിലെ ഭാഗമാണ് നമ്മൾ വായിച്ചത്. അപ്പൊ എന്താണ് ഇവിടുത്തെ ആശയം? ദൈവത്തിന് സമ്പൂർണമായി ജീവിതം സ്വയം സമർപ്പിക്കുന്നതിനെയാണ് ഭക്തി എന്ന് പറയുന്നത്. ഭക്തിയെ അടിസ്ഥാനമാക്കി ഉയർന്നു വന്ന ആശയങ്ങളും പ്രവർത്തനങ്ങളുമാണ് ഭക്തി പ്രസ്ഥാനം എന്നറിയപ്പെടുന്നത്. മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിലനിന്നിരുന്ന യാഥാസ്ഥിതിക കാഴ്ചപ്പാടും ജാതി വ്യവസ്ഥയും ജനങ്ങൾക്കിടയിൽ വിവേചനം സൃഷ്ടിച്ചിരുന്നു. സാമൂഹ്യ വിവേചനം നേരിട്ടിരുന്ന ജനവിഭാഗങ്ങൾ ഭക്തി പ്രസ്ഥാനത്തിലേക്ക് ആകൃഷ്ടരായി. ക്രമേണ വ്യത്യസ്ത കാലങ്ങളിൽ ഇന്ത്യയിൽ വിവിധ ദർശനങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും സമന്വയം ഉണ്ടായി. ഇപ്രകാരം മധ്യകാലഘട്ടത്തിൽ ഇന്ത്യ ഒട്ടാകെ വ്യാപിച്ച 2 പ്രധാന സാംസ്കാരിക പ്രസ്ഥാനങ്ങളായ ഭക്തി, സൂഫി പ്രസ്ഥാനങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ദക്ഷിണേന്ത്യൻ ഭക്തി പ്രസ്ഥാനം, ഇഷ്ടദൈവത്തോടുള്ള അചഞ്ചലമായ ഭക്തിയെ സൂചിപ്പിക്കുന്ന ഗീതങ്ങളും കീർത്തനങ്ങളും രചിച്ചിരുന്ന ഭക്തകവികൾ ദക്ഷിണേന്ത്യയിൽ ജീവിച്ചിരുന്നു. ആഴ്വാർമാർ എന്ന് അറിയപ്പെട്ടിരുന്ന വിഷ്ണുഭക്തരും നായനാർമാർ എന്നറിയപ്പെട്ടിരുന്ന ശിവഭക്തരുമാണ് ഈ ഭക്തകവികൾ. CE 7ാം നൂറ്റാണ്ട് മുതൽ 12ാം നൂറ്റാണ്ടുകൾക്കിടയിൽ നിലനിന്നിരുന്ന ഈ പ്രസ്ഥാനത്തിന്റെ സവിശേഷതകൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ സവിശേഷത എന്താണ്? പ്രാദേശിക ഭാഷകളിലാണ് കീർത്തനങ്ങളുടെ രചനയും ആലാപനവും വരുന്നത്. പിന്നെന്താണ്? ദൈവത്തോടുള്ള സ്നേഹവും സമർപ്പണവും നമുക്ക് കാണാം. പിന്നെ ജാതി വ്യത്യാസമില്ലാതെ എല്ലാവർക്കും പ്രവേശനം, സ്ത്രീകൾക്ക് തുല്യമായ പങ്കാളിത്തം, ഇഷ്ടദൈവത്തോടുള്ള അകമഴിഞ്ഞ ആരാധന. അപ്പോൾ ഇതാണ് ദക്ഷിണേന്ത്യൻ ഭക്തി പ്രസ്ഥാനത്തിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ. തമിഴ്നാട്ടിലാണ് ഭക്തി പ്രസ്ഥാനം ഒരു ജനകീയ പ്രസ്ഥാനമായി രൂപം കൊണ്ടത്. ആഴ്വാർമാരും നായനാർമാരും പ്രാദേശിക ഭാഷകളിൽ ഭക്തിഗാനങ്ങൾ ആലപിച്ച് ദേശസഞ്ചാരം നടത്തിയിരുന്നത് കൊണ്ട് തന്നെ ജനങ്ങൾക്കിടയിൽ ഭക്തി പ്രചരിച്ചു. അനാചാരങ്ങളും അസമത്വങ്ങളും ശക്തമായിരുന്ന ആ കാലത്ത് ഭക്തകവികളുടെ രചനകൾ സാധാരണക്കാരെ ഏറെ സ്വാധീനിച്ചു. സമൂഹത്തിൽ നിലനിന്നിരുന്ന അർത്ഥശൂന്യമായ ആചാരങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടു. ജാതിഭേദമന്യേ സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും ഭക്തിപ്രസ്ഥാനത്തിലേക്ക് ആകൃഷ്ടരായി. ആഴ്വാർമാരുടെയും നായനാർമാരുടെയും രചനകൾ ഹൈന്ദവ മതത്തെ കൂടുതൽ ജനകീയമാക്കി. ആഴ്വാർമാരുടെ രചനകൾ 4000 ദിവ്യപ്രബന്ധം എന്നും നായനാർമാരുടെ രചനകൾ തിരുമുറൈകൾ എന്നും അറിയപ്പെട്ടു. ഇക്കാലത്ത് ധാരാളം ക്ഷേത്രങ്ങളും നിർമ്മിക്കപ്പെട്ടു. ഭക്തിപ്രസ്ഥാനത്തിലെ പ്രധാന കവികൾ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വിഷ്ണുഭക്തർ, അതായത് ആഴ്വാർമാര്, ശിവഭക്തർ, നായനാർമാർ. അപ്പോ ഈ വിഷ്ണുഭക്തരിൽ തന്നെ കുലശേഖര ആഴ്വാർ, പെരിയാഴ്വാർ, നമ്മാഴ്വാർ, ആണ്ടാൾ എന്നിവരൊക്കെയാണ് പ്രധാന കവികൾ. ശിവഭക്തരിൽ ഉൾപ്പെടുന്ന പ്രധാന കവികൾ കാരയ്ക്കൽ അമ്മയാർ, അപ്പർ, സംബന്ധർ, സുന്ദരർ, മാണിക്യ വാസകർ എന്നിവരൊക്കെയാണ്. അപ്പോൾ അടുത്തായി നമ്മൾ നോക്കാൻ പോകുന്നത് ബസവണ്ണയെ കുറിച്ചാണ്. കന്നഡ ദേശത്തെ മനുഷ്യസ്നേഹി ബസവണ്ണ രൂപീകരിച്ച അനുഭവ മണ്ഡപം എന്ന ചർച്ചാവേദിയിൽ നടന്ന ഒരു ചർച്ചയുടെ ചിത്രീകരണമാണ് ചുവടെ തന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു ചർച്ചയുടെ ചിത്രം ഇങ്ങനെ തന്നിട്ടുണ്ട് കേട്ടോ. അന്ധവിശ്വാസങ്ങളുടെ പിറകെ പോകുന്നവരെ മോചിപ്പിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ശൈശവ വിവാഹം പെൺകുട്ടികളുടെ ആരോഗ്യവും വിദ്യാഭ്യാസവും നശിപ്പിക്കില്ലേ? ജന്മം കൊണ്ടും തൊഴിൽ കൊണ്ടും ആളുകളെ വേർതിരിക്കുന്നത് ശരിയാണോ? അപ്പോ അവിടെ കൂടി ചേർന്നിരിക്കുന്ന ആളുകൾ അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ്. അപ്പൊ അദ്ദേഹം പറയാണ്, ജാതീയമായ വിവേചനങ്ങൾ സാമൂഹ്യ പുരോഗതിയെ തടയും. ആത്മീയ പുരോഗതിയും സ്വതന്ത്ര ചിന്തയും നേടണമെങ്കിൽ യുക്തിബോധവും അനുഭവങ്ങളും പ്രധാനമാണ്.
സമൂഹ പുരോഗതിക്ക് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസവും പ്രായപൂർത്തിയായ ശേഷം വിവാഹവും പ്രധാനമാണ്. അപ്പോ അനുഭവ മണ്ഡപം 12ാം നൂറ്റാണ്ടിൽ ബസവണ്ണ സ്ഥാപിച്ച ആത്മീയ ചർച്ചാവേദിയാണ് അനുഭവ മണ്ഡപം. അല്ലാമ പ്രഭു, അക്ക മഹാദേവി എന്നിവർ അനുഭവ മണ്ഡപത്തിലെ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയിരുന്നു. ജാതി, ലിംഗവിവേചനം എന്നിവ പരിഗണിക്കാതെ എല്ലാവർക്കും ചർച്ചകളിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചിരുന്നു. ആത്മീയ ചർച്ചകൾക്കും അറിവ് പുതുക്കലിനുമായി ജനങ്ങൾ അനുഭവ മണ്ഡപത്തിൽ എത്തിച്ചേർന്നിരുന്നു. ചർച്ചയിൽ ഉയർന്നു വന്ന ആശയങ്ങളെ വചനങ്ങൾ എന്ന പേരിൽ ജനങ്ങളിലേക്ക് പകർന്നു നൽകി. അപ്പോ നമുക്ക് ഇതിൽ നിന്നും ആ കാലത്തെ സാമൂഹ്യ വ്യവസ്ഥയെ കുറിച്ച് നമുക്ക് മനസ്സിലാവും അല്ലെ. അപ്പോ എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാവുന്നത്? ജാതി വിവേചനം. അന്നത്തെ കാലത്ത് ജാതി വിവേചനം നല്ലപോലെ ഉണ്ടായിരുന്നു അല്ലെ. ജാതിയുടെ അടിസ്ഥാനത്തിൽ വിവേചനങ്ങൾ നിലനിന്നിരുന്നു. അനുഭവ മണ്ഡപത്തിൽ ജാതി പരിഗണിക്കാതെ എല്ലാവർക്കും ചർച്ചകളിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചിരുന്നു. അപ്പോ ലിംഗവിവേചനം, സ്ത്രീ പുരുഷ ഭേദമില്ലാതെ എല്ലാവർക്കും ചർച്ചകളിൽ പങ്കെടുക്കാൻ അനുവാദം നൽകിയിരുന്നു ഇവിടെ. പിന്നെന്താണ്? സാമൂഹിക സമത്വം. അനുഭവ മണ്ഡപം സ്വാതന്ത്ര്യം, സമത്വം, സാമൂഹ്യ നീതി എന്നിവയിൽ അധിഷ്ഠിതമായ ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചു. ഇത് അക്കാലത്ത് സാമൂഹിക സമത്വത്തിന്റെ അഭാവത്തെയാണ് കാണിക്കുന്നത്. പിന്നെന്താണ്? മതപരമായ വിവേചനങ്ങൾ. സമൂഹത്തിൽ മതപരമായ വിവേചനങ്ങൾ നിലനിന്നിരുന്നു. ഇവയെ ഇല്ലാതാക്കാനും ജനങ്ങളെ ബോധവൽക്കരിക്കാനും ബസവണ്ണ ശ്രമിച്ചു. പിന്നെന്താണ്? അറിവിന്റെ പ്രാധാന്യം. ആത്മീയ ചർച്ചകൾക്കും അറിവ് പുതുക്കലിനുമായി ജനങ്ങൾ അനുഭവ മണ്ഡപത്തിൽ എത്തിയിരുന്നു. ഇത് അറിവിനും പഠനത്തിനും അക്കാലത്ത് സമൂഹത്തിൽ വലിയ പ്രാധാന്യം നൽകിയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ 12ാം നൂറ്റാണ്ടിൽ കന്നഡ ദേശത്ത് ജീവിച്ചിരുന്ന തത്വചിന്തകനും സാമൂഹ്യ പരിഷ്കർത്താവും കവിയുമായിരുന്ന ബസവണ്ണ സമൂഹത്തിൽ നിലനിന്നിരുന്ന സാമൂഹികവും മതപരവുമായ വിവേചനങ്ങളെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ അദ്ദേഹം തീരുമാനിച്ചു. അവയെ തുടച്ചു നീക്കുവാനും പ്രയത്നിച്ചു. സ്വാതന്ത്ര്യം, സമത്വം, സാമൂഹ്യ നീതി എന്നിവയിൽ അധിഷ്ഠിതമായ കാഴ്ചപ്പാടാണ് ബസവണ്ണ മുന്നോട്ട് വെച്ചത്. അദ്ദേഹം സ്ഥാപിച്ച വീരശൈവ പ്രസ്ഥാനത്തിലൂടെയാണ് ഈ ആശയങ്ങൾ ഏകോപിപ്പിച്ചത്. അപ്പോ വീരശൈവ പ്രസ്ഥാനത്തിന്റെ പ്രധാന പ്രവർത്തനങ്ങൾ ഏതൊക്കെയായിരുന്നു? ബ്രാഹ്മണ മേധാവിത്വത്തെയും വേദങ്ങളുടെ പ്രാമാണികതയെയും ചോദ്യം ചെയ്തു. ജാതി വിവേചനത്തിനും സ്ത്രീ വിവേചനത്തിനുമെതിരെ ജനങ്ങളെ ബോധവൽക്കരിച്ചു. ഏകദൈവ വിശ്വാസം പ്രോത്സാഹിപ്പിച്ചു. തൊഴിലിന്റെയും അധ്വാനത്തിന്റെയും മഹത്വം ജനങ്ങളെ ബോധ്യപ്പെടുത്തി. ശൈശവ വിവാഹത്തെ എതിർക്കുകയും പ്രായപൂർത്തി വിവാഹം, വിധവാ പുനർവിവാഹം എന്നിവ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. മനുഷ്യസ്നേഹവും സമത്വവും ഉയർത്തിക്കാട്ടിയ ബസവണ്ണയുടെ സന്ദേശങ്ങൾ എന്തൊക്കെയായിരുന്നു? ചിന്തയും പ്രവൃത്തിയും നന്നായാൽ രാഷ്ട്രം ഉയർച്ച നേടും. ഏത് ജാതിയിൽപ്പെട്ടവരായാലും മനുഷ്യർക്കെല്ലാം അവകാശങ്ങൾ തുല്യമാണ്. ഈശ്വരാരാധനയ്ക്ക് ഇടനിലക്കാർ ആവശ്യമില്ല. പുനർജന്മമില്ല. ഈ ജന്മം ധന്യമാക്കി ജീവിക്കുക. അപ്പോ ഇനി നമുക്ക് കബീർ എന്ന കവിയെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. അപ്പോ കബീർ മാനവ മൈത്രിയുടെ പ്രചാരകൻ. അള്ള, രാമൻ, കരീം, കേശവ, ഹരി, ഹസ്രത്ത് എന്നിങ്ങനെ ദൈവത്തിന്റെ വിളിപ്പേരുകൾ ഉണ്ടനവധി. പൊന്നുരുക്കി പണിതാ വളകൾ മോതിരങ്ങളും പൊന്നുതാനല്ലയോ, വൈജാത്യങ്ങൾ നാം നിർമ്മിക്കും പദങ്ങളിൽ മാത്രം. 15ാം നൂറ്റാണ്ടിൽ വടക്കേ ഇന്ത്യയിൽ ഇന്നത്തെ ഉത്തർപ്രദേശിൽ ജീവിച്ചിരുന്ന ഭക്തിപ്രസ്ഥാനത്തിന്റെ പ്രചാരകനായിരുന്ന കബീർ എഴുതിയ വരികളാണിത്. ദോഹകൾ എന്നറിയപ്പെടുന്ന ഇത്തരം കീർത്തനങ്ങളിലൂടെ കബീർ തന്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചു. സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഭാഷയിൽ കീർത്തനം രചിച്ചിരുന്നതിന് കബീറിന്റെ ദോഹകൾ ജനങ്ങളെ ഏറെ ആകർഷിച്ചു. ഹിന്ദു മുസ്ലിം സാഹോദര്യത്തിനു വേണ്ടി പ്രവർത്തിച്ചിരുന്ന ആളായിരുന്നു കബീർ. ഒരേ മണ്ണുകൊണ്ടുണ്ടാക്കിയ 2 പാത്രങ്ങളാണ് ഹിന്ദുവും മുസൽമാനും എന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ജാതി വ്യവസ്ഥ, തൊട്ടുകൂടായ്മ, പൂജകൾ, മരണാനന്തര ചടങ്ങ്, വിഗ്രഹാരാധന തുടങ്ങിയവ അർത്ഥശൂന്യമാണെന്ന് അദ്ദേഹം വാദിച്ചു. ജാതി, മതം, വർണ്ണം, കുടുംബ മഹിമ, സമ്പത്ത് തുടങ്ങിയവ അടിസ്ഥാനമാക്കിയുള്ള എല്ലാത്തരം വിവേചനങ്ങളെയും കബീർ വിമർശിച്ചു. ഭക്തി, സൂഫി ആശയങ്ങൾ കബീറിന്റെ പ്രവർത്തനങ്ങളെ ഏറെ സ്വാധീനിച്ചിരുന്നു. മതപാരമ്പര്യങ്ങളെ അദ്ദേഹം പൂർണ്ണമായി നിരാകരിച്ചിരുന്നു. മതങ്ങളുടെ ബാഹ്യാരാധനാ ക്രമങ്ങളെയും അദ്ദേഹം അവഗണിച്ചു. അരൂപിയായ ദൈവത്തിൽ വിശ്വസിച്ചിരുന്ന കബീർ ഭക്തിയെ മോക്ഷമാർഗമായി പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. തന്റെ ആശയം പ്രചരിപ്പിക്കുന്നതിനായി അദ്ദേഹം ശിഷ്യരോടൊപ്പം നാടുകൾ തോറും സഞ്ചരിച്ചു. അപ്പോഴുണ്ടായ ചില അനുഭവങ്ങൾ നമുക്ക് നോക്കാം. ഒരിക്കൽ ദുഃഖിതനായിരിക്കുന്ന ഒരു ഗ്രാമമുഖ്യനോട് കബീർ കാരണം അന്വേഷിച്ചു. അയാൾ പറഞ്ഞു, കർമ്മഫലം അല്ലാതെന്തു പറയാൻ. വസൂരി കാരണം ആളുകൾ മരിച്ചു വീഴുന്നു. പരിഹാരമായി മന്ത്രവാദം നടത്തണം. കബീർ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു,
രോഗശാന്തിക്ക് മന്ത്രവാദമോ? മന്ത്രവാദം കൊണ്ട് ഇതൊന്നും നേടാൻ കഴിയില്ല. ചികിത്സ കൊണ്ടേ രോഗം ഭേദമാകൂ. മറ്റൊരിക്കൽ കബീറിനും കൂട്ടർക്കും ആളുകൾ ഉപഹാരങ്ങൾ നൽകാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ നെയ്ത്തുകാരും ലോഹപ്പണിക്കാരും മരം കടയുന്നവരും കൃഷിക്കാരും ചെരുപ്പ് കുത്തുന്നവരും ഒക്കെയാണ്. തൊഴിൽ ചെയ്താണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഉപഹാരങ്ങൾ ഞങ്ങൾക്ക് വേണ്ട. അപ്പോ ആളുകൾ ദൈവത്തെ പല പേരുകളിൽ വിളിക്കുന്നു എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. കബീർ ജനങ്ങളെ അന്ധവിശ്വാസങ്ങൾക്കെതിരെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു. ഉപഹാരങ്ങളൊന്നും സ്വീകരിച്ചിരുന്നില്ല അവര്. അപ്പോ ജനങ്ങൾക്കിടയിൽ സമത്വ ചിന്തയും മതസൗഹാർദ്ദവും വളർത്താൻ കബീറിന്റെ ആശയങ്ങൾ ഒരുപാട് സഹായിച്ചിരുന്നു. ഇനി നമുക്ക് ഗുരു നാനാക്കിനെ കുറിച്ച് നോക്കാം. ഗുരു നാനാക്ക് സ്നേഹവും സാഹോദര്യവും. ഗുരു നാനാക്കും ഭായ് മർദാനയും ഒരിക്കൽ സജ്ജൻ തഗിന്റെ സത്രത്തിൽ വിശ്രമിക്കാനെത്തി. അവിടെ വരുന്നവരെ കൊള്ളയടിക്കുന്ന സ്വഭാവം അയാൾക്കുണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കിയ ഗുരു നാനാക്ക് രാത്രിയിൽ വിശ്രമിക്കാൻ തയ്യാറായില്ല. പകരം അവർ ഗുരു നാനാക്ക് തന്നെ രചിച്ച പ്രാർത്ഥനാ ഗാനങ്ങളായ ഷാബാദ് ആലപിക്കാൻ തുടങ്ങി. മറ്റുള്ളവരുടെ സമ്പത്ത് കൊള്ളയടിക്കുന്നത് അന്യായമാണ് എന്നർത്ഥം വരുന്ന വരികളായിരുന്നു ചൊല്ലിയത്. പാട്ടിന്റെ വരികൾ കേട്ടപ്പോൾ സജ്ജൻ തഗിന് തന്റെ തെറ്റ് മനസ്സിലായി. അയാൾ ഗുരുവിനോട് ക്ഷമ ചോദിച്ചു. മോഷ്ടിച്ച പണമെല്ലാം ദരിദ്രർക്ക് നൽകാനും സത്യസന്ധനായി ജീവിക്കാനും ഗുരു നാനാക്ക് ഉപദേശിച്ചു. പിന്നീട് സജ്ജൻ സത്രത്തിൽ എത്തുന്നവരെ സഹായിച്ച് ജീവിക്കാൻ തുടങ്ങി. അപ്പൊ എന്തൊക്കെ ആശയങ്ങളാണ് നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നത്? അഹിംസയും സത്യസന്ധതയും അല്ലെ. മറ്റുള്ളവരുടെ സമ്പത്ത് കൊള്ളയടിക്കുന്നത് തെറ്റാണെന്നും സത്യസന്ധമായി ജീവിക്കണമെന്നും ഗുരു നാനാക്ക് സജ്ജൻ തഗിനെ പഠിപ്പിക്കുന്നു. മാറ്റത്തിനുള്ള സാധ്യത. തന്റെ തെറ്റുകൾ മനസ്സിലാക്കി നന്നാകാനും ദരിദ്രരെ സഹായിച്ച് സത്യസന്ധമായി ജീവിക്കാനും സജ്ജൻ തഗിന് സാധിച്ചു. ഇത് ഏതൊരാൾക്കും മാറ്റം സാധ്യമാണെന്ന് കാണിക്കുന്നു. അതിനുശേഷം എന്താണ്? മനുഷ്യത്വവും സാഹോദര്യവും. സ്നേഹവും സാഹോദര്യവും വളർത്തുന്നതിലൂടെ ഒരു വ്യക്തിക്ക് മറ്റുള്ളവരുമായി നല്ല ബന്ധം സ്ഥാപിക്കാനും സമൂഹത്തിൽ സമാധാനമുണ്ടാക്കാനും കഴിയുമെന്ന് ഗുരു നാനാക്കിന്റെ ഉപദേശം വ്യക്തമാക്കുന്നു. സംഗീതത്തിന്റെ ശക്തി. പ്രാർത്ഥനാ ഗാനങ്ങളിലൂടെ ഗുരു നാനാക്ക് സജ്ജൻ തഗിന്റെ മനസ്സ് മാറ്റുകയും അദ്ദേഹത്തെ നേർവഴിക്ക് കൊണ്ടുവരികയും ചെയ്തു. ഇത് സംഗീതത്തിന് ആളുകളെ സ്വാധീനിക്കാനുള്ള കഴിവാണ് കാണിക്കുന്നത്. അപ്പോ 15-ാം നൂറ്റാണ്ടിൽ പഞ്ചാബിലെ ഷേഖ്പുരയിലെ തൽവണ്ടി ഇപ്പോൾ പാകിസ്ഥാനിലാണ്. ഈ ഗ്രാമത്തിലാണ് ഗുരു നാനാക്ക് ജനിച്ചത്. വിവിധ മതങ്ങളുടെ ആശയങ്ങളെ സമന്വയിപ്പിക്കാൻ ഗുരു നാനാക്ക് ശ്രമിച്ചു. തന്റെ ചിന്ത പ്രചരിപ്പിക്കുന്നതിനും അദ്ദേഹം ഇന്ത്യക്കകത്തും പുറത്തും സഞ്ചരിച്ചു. മതങ്ങളുടെ നിരർത്ഥകമായ അനുഷ്ഠാനങ്ങളെ ഗുരു നാനാക്ക് എതിർത്തിരുന്നു. ഏകദൈവം എന്ന സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. തുല്യത, സാഹോദര്യം, സ്നേഹം, നന്മ, മതസഹിഷ്ണുത എന്നീ ആശയങ്ങളെ പ്രോത്സാഹിപ്പിച്ചു. ജാതി വിവേചനം, വിഗ്രഹാരാധന, തീർത്ഥാടനം തുടങ്ങിയവയെ നിരാകരിച്ചു. സാമ്പത്തിക അസമത്വത്തെ ചോദ്യം ചെയ്തു. ലഹരി വർജനത്തിന് ജനങ്ങളെ പ്രേരിപ്പിച്ചു. എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനാകുന്ന ലംഗാർ അഥവാ പൊതു അടുക്കളയുടെ പ്രാധാന്യം വ്യക്തമാക്കി. അദ്ദേഹത്തിന്റെ ആശയങ്ങൾ പിൽക്കാലത്ത് സിഖ് മതത്തിന്റെ രൂപീകരണത്തിന് വഴിതെളിച്ചു. കബീറിന്റെയും ഗുരു നാനാക്കിന്റെയും സാമൂഹികവും മതപരവുമായ പ്രവർത്തനം മധ്യകാല ഇന്ത്യയിൽ ഒരു സാംസ്കാരിക സമന്വയത്തിന് തുടക്കം കുറിച്ചു. ഭക്തിപ്രസ്ഥാനത്തിലെ സ്ത്രീ സാന്നിധ്യം. മധ്യകാലഘട്ടത്തിൽ സമൂഹത്തിൽ സ്ത്രീകൾക്ക് പൊതുവെ അംഗീകാരവും പരിഗണനയും കുറവായിരുന്നു. ആരാധനാ സ്വാതന്ത്ര്യത്തിലും സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരുന്നില്ല. ഭക്തിപ്രസ്ഥാനത്തിന്റെ ആവിർഭാവത്തോടുകൂടി ഇഷ്ടദൈവത്തെ ആരാധിക്കുന്നതിനായി കീർത്തനങ്ങളും ഗാനങ്ങളും രചിക്കുന്നതിനും ആലപിക്കുന്നതിനും ധാരാളം സ്ത്രീകൾ തയ്യാറായി. രാജസ്ഥാനിലെ ചിത്തോറിൽ ജീവിച്ചിരുന്ന രജപുത്ര രാജകുമാരിയായിരുന്നു മീരാബായി. അവർ ജീവിത സൗകര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് കൃഷ്ണഭക്തിയിൽ മുഴുകി. മീരാബായി രചിച്ച കൃഷ്ണഭജൻ ഏറെ പ്രസിദ്ധമാണ്. തമിഴ്നാട്ടിലെ പ്രശസ്തരായിരുന്ന ഭക്ത കവയത്രിമാരായിരുന്നു കാരയ്ക്കൽ അമ്മയാർ, ആണ്ടാൾ എന്നിവർ. തങ്ങളുടെ ഇഷ്ടദൈവത്തോടുള്ള അകമഴിഞ്ഞ ഭക്തി സൂചിപ്പിക്കുന്ന കീർത്തനങ്ങളാണ് ഇവർ രചിച്ചിരുന്നത്. വീരശൈവ പ്രസ്ഥാനത്തിലെ പ്രമുഖയായിരുന്നു അക്ക മഹാദേവി. സ്ത്രീകൾ നേരിട്ടിരുന്ന സാമൂഹികവും ആത്മീയവുമായ അടിച്ചമർത്തലുകൾക്കെതിരെ നടന്ന ചർച്ചകൾക്ക് അവർ നേതൃത്വം നൽകിയിരുന്നു. മഹാരാഷ്ട്രയിലെ ഭൈനാഭായ്, സൊയ്റാഭായ്, കാശ്മീരിലെ ലാൽഭായ് തുടങ്ങിയവരും ഭക്തി പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് സംഭാവന നൽകിയവരാണ്. അപ്പോ ഭക്തി പ്രസ്ഥാനത്തിന്റെ ഫലങ്ങൾ എന്താണ്? സംഗീതത്തിലൂടെയും ഭക്തിയിലൂടെയും ഇഷ്ടദൈവത്തിന് സ്വയം സമർപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഭക്തിപ്രസ്ഥാനം രൂപം കൊണ്ടത്.
എന്നാൽ പിൽക്കാലത്ത് ഇന്ത്യയുടെ സാമൂഹികവും മതപരവുമായ മേഖലകളിൽ പുരോഗമനപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഭക്തിപ്രസ്ഥാനത്തിന് സാധിച്ചു. ഭക്തിപ്രസ്ഥാനത്തിലെ ഭൂരിപക്ഷം ഭക്തകവികളും താഴ്ന്ന ജാതിക്കാർ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെട്ടവരിൽ നിന്നുള്ളവരായിരുന്നു. ഇവർ ജാതി വ്യവസ്ഥയെയും ബ്രാഹ്മണർക്ക് ലഭിച്ചിരുന്ന പ്രത്യേക സ്ഥാനമാനങ്ങളെയും ചോദ്യം ചെയ്തു. തൽഫലമായി സാമൂഹിക സമത്വം എന്ന ആശയം രൂപപ്പെടാൻ തുടങ്ങി. അനുഭവ മണ്ഡപത്തിൽ ചർച്ചകളിൽ സ്ത്രീകൾക്ക് പങ്കെടുക്കാൻ അവസരം ലഭിച്ചിരുന്നു. അവരുടെ അഭിപ്രായങ്ങൾക്ക് അംഗീകാരം ലഭിക്കുകയും സ്ത്രീ പുരുഷ സമത്വം എന്ന ആശയത്തെക്കുറിച്ച് ചിന്തിപ്പിക്കുകയും ചെയ്തു. അധ്വാനത്തിന്റെ മഹത്വത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ കഴിഞ്ഞതും ഭക്തിപ്രസ്ഥാനത്തിന്റെ പ്രത്യേകതയാണ്. സൂഫി പ്രസ്ഥാനം. ഡൽഹി സുൽത്താൻ ആയ ജലാലുദ്ദീൻ ഖിൽജി അമീർ ഖുസ്രുവിനോട് ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയയെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. പക്ഷേ സന്ദർശന വിവരം ഔലിയ അറിയാൻ പാടില്ല, അറിഞ്ഞാൽ സമ്മതിക്കില്ലെന്ന് സുൽത്താൻ അറിയാം. എന്നാൽ ഖുസ്രു ഇക്കാര്യം ഔലിയയോട് പറഞ്ഞു. ഭരണാധികാരികളെ കാണാൻ ഇഷ്ടപ്പെടാത്ത ഔലിയ സന്ദർശന ദിവസം ദൂരേക്ക് യാത്ര പോയി. ഖാൻഗാഹിലെത്തിയ രാജാവ് ഷെയ്ഖിനെ കാണാനാകാതെ ഖുസ്രുവിനോട് ദേഷ്യപ്പെട്ടു. നിങ്ങൾ സുൽത്താനെ ചതിക്കുകയായിരുന്നു അല്ലേ? ഖുസ്രു മറുപടി പറഞ്ഞു. രാജാവിനെ ചതിച്ചാൽ എന്റെ ഈ ലോകത്തെ ജീവിതം മാത്രമേ അവസാനിക്കൂ. പക്ഷേ എന്റെ ഗുരുവിനെ ചതിച്ചാൽ അനശ്വരമായ മരണാനന്തര ജീവിതം തന്നെയാകും എനിക്ക് നഷ്ടപ്പെടുക. അപ്പോ മരണത്തെ ഭയപ്പെടാത്ത ഖുസ്രു തന്റെ സൂഫി ഗുരുവായ നിസാമുദ്ദീൻ ഔലിയയുടെ അപ്രീതിയെ ഭയപ്പെട്ടിരുന്നു, അല്ലെ? ഭക്തിയെ ദൈവത്തോട് അടുക്കുവാനുള്ള മാർഗമായി സ്വീകരിച്ചവരായിരുന്നു സൂഫികൾ. അതിനുള്ള ഒരു വഴി ഭക്തിഗാനാലാപനമാണെന്ന് സൂഫി വര്യന്മാർ കരുതി. സാധാരണക്കാർക്കിടയിൽ സഞ്ചരിച്ച അവർ സൂഫി തത്വങ്ങൾ പ്രചരിപ്പിച്ചു. ഏകദൈവ വിശ്വാസം, സാഹോദര്യം, മനുഷ്യസ്നേഹം, ദൈവത്തോടുള്ള സമർപ്പണം എന്നീ ആശയത്തിന് പ്രാധാന്യം നൽകി. സൂഫിസം എന്ന പദം ഉണ്ടായത് കമ്പിളി എന്നർത്ഥം വരുന്ന സുഫ് എന്ന വാക്കിൽ നിന്നോ ശുദ്ധി എന്നർത്ഥം വരുന്ന സഫി എന്ന വാക്കിൽ നിന്നോ ആണെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. മധ്യേഷ്യൻ പ്രദേശങ്ങളിൽ രൂപം കൊണ്ട ഇസ്ലാമിക ഭക്തി പ്രസ്ഥാനമാണ് സൂഫിസം. ഇവിടങ്ങളിൽ ഭരണാധികാരികളിൽ സമ്പത്ത്, അധികാരം, ആഡംബര ജീവിതം തുടങ്ങിയ ലൗകിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇത്തരം പ്രവണതകൾക്കെതിരെയാണ് സൂഫി പ്രസ്ഥാനം ഉയർന്നു വന്നത്. 12-ാം നൂറ്റാണ്ടോടെ ഇന്ത്യയിലേക്ക് സൂഫി പ്രസ്ഥാനം എത്തിച്ചേർന്നു. സിൽസിലകൾ എന്നറിയപ്പെടുന്ന 12 സൂഫി വിഭാഗങ്ങളിൽ ചിസ്തി, സുഹ്റവർദി എന്നീ സിൽസിലകളായിരുന്നു ഇന്ത്യയിൽ എത്തിച്ചേർന്നത്. ആത്മീയ ജീവിതത്തിന് പ്രാധാന്യം നൽകി ആഡംബര ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു നിന്നവരാണ് സൂഫി ഗുരുക്കന്മാർ. സൂഫി ഗുരുവിനെ പിർ, ഷെയ്ഖ് എന്നും അനുയായികളെ മുരീദ് എന്നും വിളിച്ചിരുന്നു. സൂഫികളുടെ താമസ സ്ഥലങ്ങളായിരുന്ന ബാൻഹാഗുകൾ അന്നക്കാലത്തെ സാമൂഹിക കേന്ദ്രങ്ങളായിരുന്നു. സൂഫി കേന്ദ്രങ്ങളിൽ സമ എന്ന പ്രത്യേക ഗാനാലാപന ശൈലിയിൽ ആലപിച്ചിരുന്ന ഭക്തിഗാനങ്ങളാണ് ഖവ്വാലികൾ. സൽത്തനത്ത്, മുഗൾ കാലഘട്ടങ്ങളിൽ വിവിധ മതവിഭാഗങ്ങൾക്കിടയിൽ ഐക്യമുണ്ടാക്കാൻ സൂഫികൾക്ക് സാധിച്ചിരുന്നു. ഇന്ത്യയിലെ പ്രധാന സൂഫി വര്യന്മാരും അവരുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളുമാണ് ചുവടെ ചേർത്തിരിക്കുന്നത്. ഷെയ്ഖ് ഷിഹാബുദ്ദീൻ സുഹ്റവർദി, അദ്ദേഹം സിൽഹറ്റ് പ്രദേശത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. മറ്റൊരു സൂഫി വര്യനാണ് ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയ, അദ്ദേഹം ഡൽഹി കേന്ദ്രീകരിച്ചായിരുന്നു. മറ്റൊരു സൂഫി വര്യൻ ഖ്വാജ മൊയ്നുദ്ദീൻ ചിസ്തി, അജ്മീറിലാണ്. അപ്പോൾ ഭക്തിയെ ദൈവത്തോട് അടുക്കുവാനുള്ള മാർഗമായി സ്വീകരിച്ചവരായിരുന്നു സൂഫികൾ. ദൈവത്തോട് അടുക്കുവാനുള്ള ഒരു മാർഗം ഭക്തിഗാനാലാപനമാണെന്ന് സൂഫി വര്യന്മാർ കരുതി. അത് മാത്രമല്ല, അവര് സാഹോദര്യം, ഏകദൈവ വിശ്വാസം, മനുഷ്യസ്നേഹം തുടങ്ങിയവയൊക്കെ ഈ ആശയങ്ങൾക്കെല്ലാം പ്രാധാന്യം നൽകി. അപ്പോ പ്രാദേശിക ഭാഷകളുടെ വളർച്ച. സാധാരണക്കാർക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി ഭക്തി സൂഫി പ്രചാരകർ പ്രാദേശിക ഭാഷകളിലാണ് ആശയപ്രചാരണം നടത്തിയത്. ഇത് പ്രാദേശിക ഭാഷകളുടെ വളർച്ചയ്ക്ക് കാരണമായി. തമിഴ്, പഞ്ചാബി, ബംഗാളി, മറാത്തി, തെലുങ്ക്, കന്നഡ, മലയാളം തുടങ്ങിയ ഭാഷകളിൽ ധാരാളം ഭക്തികാവ്യങ്ങൾ രചിക്കപ്പെട്ടു. കൂടാതെ പ്രാദേശിക ഭാഷകളിൽ ധാരാളം സാഹിത്യ കൃതികളും ഉണ്ടായി. പേർഷ്യനും ഹിന്ദിയും ചേർന്നുണ്ടായ ഉറുദു ഇന്ത്യയുടെ സാംസ്കാരിക സമന്വയത്തിന് ഉദാഹരണമാണ്. ഇക്കാലത്തെ ഉറുദു ഭാഷയിലെ ഏറ്റവും ശ്രദ്ധേയനായ എഴുത്തുകാരനായിരുന്നു അമീർ ഖുസ്രു. കബീറിന്റെ ദോഹകൾ ഹിന്ദി ഭാഷയെ സമ്പന്നമാക്കി. മഹാഭാരതം, രാമായണം എന്നിവയും മറ്റ് കൃതികളും വിവിധ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു. ഇത് ഭാഷയ്ക്കും സാഹിത്യത്തിനും ഉണർവേകി. തമിഴ് കൃതിയാണ് 4000 ദിവ്യപ്രബന്ധ തിരുമുറൈകൾ. രചയിതാവ് ആഴ്വാർമാരും നായനാർമാരും. പിന്നെ കന്നഡയിലെ വചനങ്ങൾ
ബസവണ്ണ, അക്ക മഹാദേവി, അല്ലാമ പ്രഭു ആണ് രചിച്ചത്. തെലുങ്ക് മഹാഭാരത വിവർത്തനം നന്നയ്യ തിക്കണ്ണ യരപ്രകഥ. ബംഗാളിയിൽ ഗീതാഗോവിന്ദം ജയദേവൻ രചിച്ചതാണ്. ഹിന്ദിയിൽ പത്മാവത് മാലിക് മുഹമ്മദ് ജെയ്സി രചിച്ചതാണ്. മലയാളം ജ്ഞാനപ്പാന, അധ്യാത്മ രാമായണം കിളിപ്പാട്ട്, മുഹിയുദ്ദീൻ മാല. അപ്പോൾ ജ്ഞാനപ്പാന രചിച്ചത് പൂന്താനം നമ്പൂതിരി, അധ്യാത്മ രാമായണം കിളിപ്പാട്ട് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ, മുഹിയുദ്ദീൻ മാലയോ ഖാസി മുഹമ്മദ് ആണ് രചിച്ചത്. അപ്പൊ ഭക്തി സൂഫി ആശയങ്ങളുടെ സ്വാധീനം എന്താണ്? മത സഹിഷ്ണുത അല്ലെ, പിന്നെന്താണ്? ജാതി വിവേചനത്തിന് എതിരെയുള്ള മനോഭാവം. പിന്നെ എന്താണ് വരുന്നത്? അടിച്ചേൽപ്പിക്കപ്പെട്ട ആചാരങ്ങളെ ചോദ്യം ചെയ്യാനുള്ളൊരു മനോഭാവം കൂടെ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ മറ്റെന്തൊക്കെയായിരിക്കാം നമുക്ക് കാണാൻ സാധിക്കുന്നത്? എന്തെല്ലാം മാറ്റങ്ങളാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്? സാമൂഹിക സൗഹാർദ്ദം അല്ലെ, വ്യത്യസ്ത ജാതി മത വിഭാഗങ്ങളിൽപ്പെട്ട ജനങ്ങൾക്കിടയിൽ ഐക്യവും സമാധാനവും വളർത്തുക. പിന്നെ നാനാത്വത്തിൽ ഏകത്വം, ഇന്ത്യൻ സമൂഹത്തിന്റെ വൈവിധ്യങ്ങളെ അംഗീകരിക്കുകയും അതിൽ ഏകത്വം കണ്ടെത്താൻ സഹായിക്കുകയും ചെയ്യുക. സാഹോദര്യം, മനുഷ്യർക്കിടയിൽ സാഹോദര്യവും സ്നേഹബന്ധങ്ങളും വളർത്തുക. തുല്യത, സ്ത്രീ പുരുഷ സമത്വത്തിനും സാമൂഹിക നീതിക്കും പ്രാധാന്യം നൽകുക. ബഹുസ്വരത, വ്യത്യസ്ത ചിന്തകളെയും വിശ്വാസങ്ങളെയും അംഗീകരിക്കുന്ന ഒരു സാമൂഹിക ചുറ്റുപാടിന് വഴിയൊരുക്കുക. മധ്യകാലഘട്ടത്തിൽ ഇന്ത്യൻ സമൂഹത്തിൽ പൊതുവെ കടുത്ത ഉച്ചനീചത്വങ്ങളും സാമൂഹിക അസമത്വങ്ങളും നിലനിന്നിരുന്നു. അക്കാലത്തെ രാഷ്ട്രീയ സാമൂഹിക അവസ്ഥകളെ കുറിച്ച് മുൻ അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ മനുഷ്യരെ ഒരുമിപ്പിച്ച് സംഘർഷങ്ങൾ കുറച്ച് സമാധാനാന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ ഭക്തി സൂഫി പ്രസ്ഥാനങ്ങൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. വ്യത്യസ്ത മതങ്ങളിലെ ആശയങ്ങൾ സാധാരണക്കാരിൽ എത്തിക്കാൻ ഈ പ്രസ്ഥാനങ്ങൾക്ക് കഴിഞ്ഞു. വിവിധ ജാതി മത വിഭാഗങ്ങളിൽ ഉൾപ്പെട്ടിരുന്ന ജനങ്ങൾക്ക് സഹവർത്തിത്വത്തോടെ കഴിയാൻ ഭക്തി സൂഫി ആശയങ്ങളുടെ സ്വാധീനം സഹായകമായി. ആധുനിക ഇന്ത്യൻ സമൂഹത്തിന്റെ മുഖമുദ്രകളായ സാമുദായിക സൗഹാർദ്ദം, നാനാത്വത്തിൽ ഏകത്വം, സാഹോദര്യം, തുല്യത, ബഹുസ്വരത തുടങ്ങിയവ ഭക്തി സൂഫി ആശയങ്ങളുടെ പ്രേരണയിൽ നിന്ന് രൂപം കൊണ്ടവയാണ്.